ബാങ്കുകൾ നവസ്വകാര്യ ബാങ്കുകളുടെ പ്രവർത്തന രീതി സ്വീകരിക്കുന്നത് ഉപേക്ഷിക്കണമെന്ന ആവശ്യം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പെൻഷൻ അസോസിയേഷൻ ജില്ലാ ജനറൽ ബോഡി യോഗം നടന്നു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പെൻഷനേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ ജനറൽ ബോഡി യോഗം നടന്നു. പടന്നക്കാട് ഗുഡ് ഷെപ്പേർഡ് ചർച്ച് ഓഡിറ്റോറിയത്തിൽ നടന്ന ജനറൽ ബോഡി യോഗം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റീജിയണൽ മാനേജർ എ രാകേഷ് ഉദ്ഘാടനം ചെയ്തു. ഈ മീറ്റിംഗ് ആണ് ആദ്യമായി ഉദ്ദേശിച്ചായിരുന്നു. ഉച്ചവരെ ഈ പരിപാടി പങ്കെടുക്കുക, അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാനുള്ള രീതിയിലായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഒരു മീറ്റിംഗ് രാവിലെ 8:30 അതും ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. സോ മീറ്റിംഗ് ഇത്ര പെട്ടെന്ന് തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കേണ്ടി വന്നതിൽ ആദ്യം തന്നെ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ബിക്കോസ് കാലത്തിൻ്റെ ഒരു ഡിമാൻഡാണ്. സോറി ഓക്കെ. സോ ഈ മീറ്റിംഗിൽ ഇവിടെ പങ്കെടുക്കാൻ, അതുപോലെ തന്നെ നിങ്ങളോട് എല്ലാവരും സംസാരിക്കാനും ഒരു അവസരം തന്നത് ഞാൻ തന്നെ നമ്മുടെ സംഘടനാ ഭാരവാഹികളോട് എൻ്റെ ഹൃദയം ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. എനിക്ക് പറയാനുള്ള 2-3 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ ജോലി ചെയ്തിരുന്ന സമയത്ത് 10 വർഷം മുമ്പ്, ഒരു 15 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഒരു SBI ആണെന്ന് തീർച്ചയായിട്ടും. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പെൻഷൻ അസോസിയേഷൻ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി എ രാഘവൻ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ HR മാനേജർ ഹരീഷ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓഫീസേഴ്സ് അസോസിയേഷൻ റീജിയണൽ സെക്രട്ടറി ബോബി ജോസഫ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാഫ് യൂണിയൻ അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി VP ശ്രീജിത്ത്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പെൻഷൻ അസോസിയേഷൻ അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറിമാരായ T സേതുമാധവൻ നായർ, കോമളവല്ലി എന്നിവർ സംസാരിച്ചു. പുതുതായി അംഗത്വമെടുത്ത TR സുധയ്ക്ക് സ്വീകരണം നൽകി. 75 വയസ്സ് പിന്നിട്ട ഗോപാലിനെ ആദരിച്ചു. ജില്ലാ സെക്രട്ടറി V മനോജ് റിപ്പോർട്ടും H ശങ്കർ പൈ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. M വിജയൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് PV രവീന്ദ്രൻ നായർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് കൃഷ്ണൻ പത്താനത്ത് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി M കൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.